ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ നോട്ട് ഇൻവെൻഷൻസ്. എന്തൊക്കെയാണ് ഇൻവെൻഷൻസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത്. പാറ്റന്റ് ആക്ടിലെ സെക്ഷൻ 3 എന്തൊക്കെയാണ് ഇൻവെൻഷൻസ് അല്ലാത്തത് എന്ന് പറയുന്നത്, അതായത് നോൺ പാറ്റന്റബിൾ ഇൻവെൻഷൻസ്. ഇതിൽ ഒന്നാമത്തെയാണ് ഫ്രിവിലസ് ഇൻവെൻഷൻസ്. സെക്ഷൻ 3 ക്ലോസ് എയിലാണ് ഇൻവെൻഷൻസ് വിച്ച് ആർ ഫ്രിവിലസ് ഓർ ക്ലെയിംസ് എനിത്തിങ് കോൺട്രറി ടു വെൽ എസ്റ്റാബ്ലിഷ്ഡ് നാച്ചുറൽ ലോസ്. നാച്ചുറൽ ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയി വരുന്ന ഒരു ഇൻവെൻഷൻസും ഇൻവെൻഷനായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, എ മെഷീൻ purporting to produce perpetual motion because this is against the law of thermodynamics. വേറെ എക്സാമ്പിൾസ് ആണ് എ മെഷീൻ alleged to be giving output without any input. ഇൻപുട്ട് തരാതെ ഔട്ട്പുട്ട് മാത്രം തരുന്ന മെഷീൻസ് ഇൻവെൻഷൻസിൽ വരുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് എ മെഷീൻ അലജഡ്ലി ഗിവിംഗ് 100% എഫിഷ്യൻസി. ഇതൊക്കെ നാച്ചുറൽ ലോസിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ടാണ് ഇൻവെൻഷൻസ് ആയിട്ട് കൂട്ടാത്തത്. നെക്സ്റ്റ് വൺ ആണ് ഇൻവെൻഷൻ കോൺട്രറി ടു പബ്ലിക് ഓർഡർ ഓർ മൊറാലിറ്റി. ഒരു ഇൻവെൻഷൻ പബ്ലിക് ഓർഡറിന് കോൺട്രറി ആയിട്ട് വരുന്നതാണെങ്കിൽ അതൊരു ക്രിമിനൽ ആക്ട് ആവും. ദെൻ ഇറ്റ് ഈസ് പണിഷബിൾ ആസ് എ ക്രൈം, സച്ച് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ പിക്കിംഗ് പോക്കറ്റ്സ് ഓർ ഫ്രോഡുലൻറ്റ് അപ്ലയൻസസ് ഓർ പ്രിപ്പറേഷൻസ്. തെഫ്റ്റിനെ സഹായിക്കുന്ന മെഷീനോ അല്ലെങ്കിൽ പിക്ക് പോക്കറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസോ പബ്ലിക് ലോയ്ക്കും മൊറാലിറ്റിക്കും എതിരെയാണ്. ഹ്യൂമൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസ്, പ്രോസസ് ഫോർ മോഡിഫൈയിങ് ദ ജേം ലൈൻ ആൻഡ് ജനറ്റിക് ഐഡൻറ്റിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്, യൂസസ് ഓഫ് ഹ്യൂമൻ എംബ്രിയോസ് ഫോർ ഇൻഡസ്ട്രിയൽ ഓർ കൊമേഴ്ഷ്യൽ പർപ്പസ് ആൻഡ് പ്രോസസ് ഫോർ മോഡിഫൈയിങ് ദ ജനറ്റിക് ഐഡൻറ്റിറ്റി ഓഫ് എനിമൽസ്. ഇതൊക്കെ അൺനെസസറി സഫറിങ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പബ്ലിക് ഓർഡർ ഓർ മൊറാലിറ്റിയുടെ ഇൻവെൻഷൻസിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് പാറ്റന്റ് കിട്ടില്ല. ദ മാനുവൽ ഓഫ് പാറ്റന്റ് ഓഫീസ് പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ മോഡിഫൈഡ് ഓൺ മാർച്ച് 22, 2011. ഈ മാനുവലിൽ കുറച്ച് ഇൻവെൻഷൻസ് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അതായത് പബ്ലിക് ഓർഡറിനും മൊറാലിറ്റിക്കും എതിരായി വരുന്ന കുറച്ച് ഇൻവെൻഷൻസ്. എനി ഡിവൈസ്, അപ്പാരറ്റസ് ഓർ മെഷീൻ ഓർ മെത്തേഡ് ഫോർ കമ്മിറ്റിംഗ് തെഫ്റ്റ്. അതായത് തെഫ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ്. എനി മെഷീൻ ഓർ മെത്തേഡ് ഫോർ കൗണ്ടർ ഫിറ്റിംഗ് ഓഫ് കറൻസി നോട്ട്സ്. കള്ളപ്പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് മെഷീൻ ആയാലും. എനി ഡിവൈസ് ഓർ മെത്തേഡ് ഫോർ ഗാംബ്ലിംഗ്. ആൻ ഇൻവെൻഷൻ ദ യൂസ് ഓഫ് വിച്ച് ക്യാൻ കോസ് സീരിയസ് പ്രിജുഡൈസ് ടു ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്. ഗാംബ്ലിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസും അതേപോലെ ഹ്യൂമൻ ബീങ്സിനും പ്ലാന്റ്സിനും എനിമൽസിനും സീരിയസ് ആയിട്ട് എന്തെങ്കിലും കോസ് ചെയ്യുന്ന ഒരു ഇൻവെൻഷൻ ആണെങ്കിലും. ആൻ ഇൻവെൻഷൻ ദ പ്രൈമറി ഓർ ഇൻറ്റൻറ്റഡ് യൂസ് ഓഫ് വിച്ച് ഈസ് ലൈക്ലി ടു വയലേറ്റ് ദ വെൽ ആക്സെപ്റ്റഡ് ആൻഡ് സെറ്റിൽഡ് സോഷ്യൽ, കൾച്ചറൽ, ലീഗൽ നോംസ് ഓഫ് മൊറാലിറ്റി. ഫോർ എക്സാമ്പിൾ, എ മെത്തേഡ് ഫോർ ക്ലോണിംഗ് ഓഫ് ഹ്യൂമൻസ്, എ ഡിവൈസ് ഫോർ ഹൗസ് ബ്രേക്കിംഗ്, ആൻ ഇൻവെൻഷൻ ദാറ്റ് യൂസ്ഡ് ഓർ commercial exploitation of which is found to be injurious to public, animal or plant life or health. ഒരു ഫുഡ് അഡൾട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് ഇൻവെൻഷൻ ആയാലും പാറ്റന്റബിൾ അല്ല. നെക്സ്റ്റ് വൺ ആണ് മിയർ ഡിസ്കവറീസ് ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ. ഇത് പറയുന്നത് സെക്ഷൻ 3 ക്ലോസ് സി ഓഫ് പാറ്റന്റ് ആക്ട് 1970. The mere discovery of a scientific principle or the formulation of or discovery of any living things or non-living things occurring in nature is not an invention. ഡിസ്കവറി എന്ന് പറയുന്നത് മുൻപ് എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു വസ്തു, അത് ഇപ്പോൾ ആർക്കും അറിയില്ല. അത് ഒരു വ്യക്തി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കവറി എന്ന് പറയും. ഇതുവരെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റോ സബ്സ്റ്റൻസോ ഒരു വ്യക്തി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യൂ ആയിരിക്കണം, ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻവെൻഷൻ എന്ന് പറയും. A claim for discovery of scientific principle is not considered to be an invention, but such a principle when used with a process of manufacture resulting in a substance or an article may be considered to be an invention. Next one ആണ് mere discovery of a new form of a known substance. ഇത് പറയുന്നത് section 3 clause D of patent act. Mere discovery of a new form of a known substance which does not result in the enhancement of the known efficiency of that substance. The mere discovery of any new property of a known substance. The mere discovery of new use for a known substance. The mere use of a known process unless such known process result in a new product or employs at least one new reactant. The mere use of a known machine or apparatus.
ഇത്രയും കാര്യങ്ങളൊന്നും ഇൻവെൻഷനിൽ കൂട്ടില്ല. സെക്ഷൻ 3 എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട് സോൾട്ട്, ഈതേഴ്സ്, എസ്റ്റേഴ്സ്, പോളിമോർഫ്സ്, മെറ്റബോളൈറ്റ്സ്, പ്യുർ ഫോം, പാർട്ടിക്കിൾ സൈസ്, ഐസോമേഴ്സ്, mixtures of isomers, complexes, combinations and other derivatives of such non-substance may be considered as patentable only if they differ significantly in properties with regard to efficacy. സെക്ഷൻ 3 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഓഫ് എ നോൺ സബ്സ്റ്റൻസ് വിൽ ഓൾസോ ബി ഫങ്ഷണലി സിമിലർ. അപ്പോൾ അത് പാറ്റന്റബിൾ ആയിരിക്കില്ല. Efficacy means the ability to produce a desired or intended result. The next one ആണ് substance obtained by a mere admixture. ഇത് സെക്ഷൻ 3 ക്ലോസ് ഇയിലാണ് പറയുന്നത്. Substance obtained by a mere admixtures resulting only in the aggregation of the properties of the components thereof or a process for producing such substance is not an invention. Admixtures എന്ന് വെച്ചാൽ ഒരു മിശ്രിതമാണ്. An admixture resulting in synergistic properties is not considered as mere admixtures. അതായത് സോപ്പ്, ഡിറ്റർജൻറ്റ്, ലൂബ്രിക്കൻറ്റ്, പോളിമേഴ്സ് ഇതൊന്നും അഡ്മിക്സ്ചർ ആയിട്ട് കണക്കൂട്ടില്ല. സോ അത് പാറ്റന്റബിൾ ആണ്. സൈനർജിസ്റ്റിക് എഫക്റ്റ് ഉള്ള ഏത് അഡ്മിക്സ്ചേഴ്സും പാറ്റന്റബിൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് മിയർ അറേഞ്ച്മെൻറ്റ് ഓർ റീഅറേഞ്ച്മെൻറ്റ്സ് ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് നോൺ ഡിവൈസസ് each functioning independently of one another in a known way is not an invention according to section 3 clause F. ഒരു പ്രൊഡക്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റോ റീഅറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേഷനോ ഇൻവെൻഷനായിട്ട് കണക്കൂട്ടില്ല. ഫോർ എക്സാമ്പിൾ എൻ അംബ്രല്ല വിത്ത് ഫാൻ, ബക്കറ്റ് ഫിറ്റഡ് വിത്ത് ടോർച്ച്, ക്ലോക്ക് ആൻഡ് ട്രാൻസിസ്റ്റർ ഇൻ എ സിംഗിൾ ക്യാബിനറ്റ്. ഇതേപോലത്തെ പ്രൊഡക്ഷനൊന്നും പാറ്റൻറ്റ് കിട്ടില്ല. ഇതിലൊരു കേസ് ലോ ആണ് CTR മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വേഴ്സസ് സെർഗി ട്രാൻസ്ഫോമർ എക്സ്പ്ലോഷൻ പ്രിവെൻഷൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദ മെറ്റീരിയൽ പ്രീവിയസ്ലി നോൺ ടു ദ ആർട്ട് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ എ കംപ്ലീറ്റ്ലി യുണീക്ക് ആൻഡ് നോവൽ ഫാഷൻ. They do not work independently of each other in a known way, and the pattern lies precisely in the combination of their use, the timing, and the manner in which their known functions are deployed to deliver a stated result. Next one ആണ് method of agriculture or horticulture. ഇത് സെക്ഷൻ 3 ക്ലോസ് Hലാണ് പറയുന്നത്. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. A method of producing a plant even if it is involved a modification of the condition under which natural phenomena would pursue their inevitable course. അതായത് നാച്ചുറൽ ഫിനോമിന മൂലം ഒരു പ്ലാന്റിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവെൻഷനായിട്ട് കൂട്ടില്ല. നെക്സ്റ്റ് വൺ ആണ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഇംപ്രൂവ്ഡ് സോയിൽ ഫ്രം ദ സോയിൽ വിത്ത് നെമാറ്റോഡ്സ് ബൈ ട്രീറ്റിംഗ് ദ സോയിൽ വിത്ത് എ പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് സ്പെസിഫൈഡ് ഫോസ്ഫോറോതയോയിഡ്സ്. നെമാറ്റോഡ്സ് ഉൾപ്പെട്ടിട്ടുള്ളൊരു സോയിലിൽ നിന്ന് ഒരു ഇംപ്രൂവ്ഡ് സോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവെൻഷൻ അല്ല. നെക്സ്റ്റ് വൺ എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് മഷ്റൂംസ് ആൻഡ് എ മെത്തേഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് ആൽഗെ. ഇതൊന്നും ഇൻവെൻഷൻ അല്ല. നെക്സ്റ്റ് വൺ ആണ് പ്രോസസ് ഫോർ ദ മെഡിസിനൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓർ എനിമൽസ്. ഒരു രോഗത്തിന് പൂർണ്ണമായി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാറ്റന്റബിൾ അല്ല. സെക്ഷൻ 3 ക്ലോസ് ഐയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ മാനുവൽ ഓഫ് പാറ്റന്റ് ഓഫീസ് പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ ഫോളോയിങ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ആസ് ഇൻവെൻഷൻ: മെഡിസിനൽ മെത്തേഡ്സ്, സർജിക്കൽ മെത്തേഡ്സ്, ക്യൂറേറ്റീവ് മെത്തേഡ്, പ്രൊഫൈലാറ്റിക് മെത്തേഡ്, ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, തെറാപ്യൂട്ടിക് മെത്തേഡ്, എനി മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എനിമൽ ടു റെൻഡർ ദം ഫ്രീ ഓഫ് ഡിസീസ് or to increase their economic value or that of their product. Application of substances to the body for purely cosmetic purpose is not therapy. അതായത് മെഡിസിനൽ മെത്തേഡിൽ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിസിൻസും ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസും ഓർ ടോപ്പിക്കലി ഓർ ത്രൂ എ ഡെർമറ്റൽ പാച്ച് ഇതൊന്നും പാറ്റന്റബിൾ അല്ല. ഇനി സർജിക്കൽ മെത്തേഡിൽ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എ സ്റ്റിച്ച് ഫ്രീ ഇൻസിഷൻ ഫോർ കാറ്ററാക്ട് റിമൂവൽ ഇതൊന്നും പാറ്റന്റബിൾ അല്ല. ക്യൂറേറ്റീവ് മെത്തേഡിന് എക്സാമ്പിൾ എ മെത്തേഡ് ഓഫ് ക്ലീനിങ് പ്ലാക്ക് ഫ്രം ടീത്ത്. പ്രൊഫൈലാറ്റിക് മെത്തേഡിന് എക്സാമ്പിൾ മെത്തേഡ് ഓഫ് വാക്സിനേഷൻ. ഒരു മനുഷ്യ ശരീരത്തിലെ ഫിസിക്കൽ സ്റ്റേറ്റ് മനസ്സിലാക്കാനുള്ള ഒരു ഡയഗ്നോസിസും
പാറ്റൻറ്റബിൾ അല്ല. ഒരു ഡിസീസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അത് ക്യൂർ ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊന്നും പാറ്റൻറ്റബിൾ അല്ല. അതായത് ഒരു ട്രീറ്റ്മെൻറ്റും പാറ്റൻറ്റബിൾ അല്ല. ഒരു എനിമലിൻ്റെ ട്രീറ്റ്മെൻറ്റിനോ അവരെ ഡിസീസ് ഫ്രീ ആക്കാനോ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് വാല്യൂ കൂട്ടാനോ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പാറ്റൻറ്റബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, എ മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഷീപ്പ് ഫോർ ഇൻക്രീസിങ് വൂൾ yield or a method of artificially inducing the body mass of poultry, ഇതൊന്നും പാറ്റൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ബോഡി ഓപ്പറേഷൻ, ദ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്, കാസ്ട്രേഷൻ, സ്റ്റെറിലൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, എംബ്രിയോ ട്രാൻസ്പ്ലാന്റ്സ്, ട്രീറ്റ്മെൻറ്റ്സ് ഫോർ എക്സ്പെരിമെൻ്റൽ ആൻഡ് റിസർച്ച് പർപ്പസസ്, and the removal of organs, skins or bone marrow from a living donor. ഇതിനൊക്കെ പ്രത്യേകം സ്കില്ലും നോളേജും ഒരു സർജൻ ആവശ്യമായിട്ടുണ്ട്. ഇതൊന്നും പാറ്റൻറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വണ്ണാണ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് അതർ ദാൻ മൈക്രോ ഓർഗാനിസം. സെക്ഷൻ 3(j) ഓഫ് പാറ്റൻറ്റ് ആക്ടിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ഇൻവോൾവ് ഓർ എനി പാർട്ട് thereof, seeds, varieties and species and essentially biological processes for production or propagation of plants and animals are not inventions. Microorganisms patentable ആണ് and there is sufficient man-made interference in them. For instance, genetically modified microorganisms may be patentable subject to other requirements of patentability. Next one ആണ് mathematical and business method. ഒരു മാത്തമെറ്റിക്കലോ ഒരു ബിസിനസ് മെത്തേഡോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ അൽഗോരിതമോ ഇതൊന്നും ഇൻവെൻഷൻസ് അല്ല. അതുകൊണ്ട് ഇത് പാറ്റൻറ്റബിളുമല്ല. ഇത് പറയുന്ന സെക്ഷൻ 3(k) Mathematical methods are considered to be acts of mental skill. A method of calculation, formulation of equations, finding square roots, cube roots and all other methods directly involving mathematical methods are therefore not patentable. Next one ആണ് literary, dramatic, musical or artistic work or cinematographic works etc. സെക്ഷൻ 3(l) പ്രകാരം ഇതൊന്നും ഇൻവെൻഷൻസ് അല്ല. ഇതൊക്കെ കോപ്പിറൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. മെത്തേഡ് ഓഫ് പെർഫോമിംഗ് മെൻ്റൽ ആക്ട് ഓർ പ്ലേയിങ് ഗെയിം ആണ് നെക്സ്റ്റ് വൺ. ടീച്ചിങ്ങോ ലേണിങ്ങോ അല്ലെങ്കിൽ പ്ലേയിങ് ഗെയിമോ ഇതിൻ്റെയൊക്കെ മെത്തേഡ് ഇൻവെൻഷനായിട്ട് കണക്കൂട്ടില്ല. ഇത് പറയുന്നത് സെക്ഷൻ 3(m) സെക്ഷൻ 3(m) പ്രകാരം ഒരു പ്രസൻറ്റേഷൻ ഇൻവെൻഷൻ അല്ല. ദസ് any manner, means or method of expressing information, whether visual, audible or tangible, by words, codes, signals, symbols, diagrams or any other mode of representation is not patentable. For instance, railway timetable, 100 years calendar etc. are not an invention. Section 3(o) പ്രകാരം topography of integrated circuit is not an invention. Section 3(p) പ്രകാരം traditional knowledgeും ഒരു ഇൻവെൻഷൻ അല്ല. An invention which in effect is traditional knowledge or which is an aggregation or duplication of known properties of traditional known component or components is not patentable. ഇതിലൊരു കേസ് ലോ വരുന്നുണ്ട്, 𝗣𝗥𝗢𝗣𝗘𝗥𝗧𝗦 വേഴ്സസ് 𝗟 പ്ലാസ്റ്റിക് ക്രേറ്റ്സ് ലിമിറ്റഡ്. ഈ കേസിൽ പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റും കിൽത്ത എന്ന് പറയുന്നൊരു ബാസ്ക്കറ്റ്, കോണിക്കൽ ഷേപ്പുള്ളൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി. പ്ലെയിൻറ്റിഫ് ഉണ്ടാക്കിയ കിൽത്തയിൽ പോളിപ്രൊപ്പിലീൻ കോപോളിമർ ആയിരുന്നു ഉണ്ടായിരുന്നത്. And the kilta manufactured by the defendant is made of high density polyethylene. പക്ഷേ ഈ കിൽത്ത എന്ന് പറയുന്നത് ട്രഡീഷണൽ ബാസ്ക്കറ്റാണ്. അതായത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ബാംബു ബാസ്ക്കറ്റാണ് കിൽത്ത എന്ന് പറയുന്നത്. The division bench held that the device developed by the plaintiff is in fact the result of traditional knowledge and aggregation or duplication of known product such as polymers and therefore cannot be said to be an invention. അതുകൊണ്ട് പ്ലെയിൻറ്റിഫ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പാറ്റൻറ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല. സെക്ഷൻ 4 ഓഫ് പാറ്റന്റ് ആക്ട് 1970 പറയുന്നുണ്ട്, നോ പാറ്റന്റ് ഈസ് ടു ബി ഗ്രാൻറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ആൻ ഇൻവെൻഷൻ റിലേറ്റിംഗ് ടു ആറ്റോമിക് എനർജി. സെക്ഷൻ 3(p) ട്രഡീഷണൽ നോളേജും സെക്ഷൻ 3(o) ടോപ്പോഗ്രഫി ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, സെക്ഷൻ 3(n) presentation of information, section 3(n) method of performing mental act or playing game, section 3(l)
literary, dramatic, musical or artistic work. Section 3 clause K, mathematical and business method. Section 3 clause J, plants and animals other than microorganisms. Section 3 clause I, process for the medicinal and surgical treatment of human beings or animals. Section 3 clause H, method of agriculture or horticulture. Section 3 clause F, duplication of non-device functioning independently, അതായത് മിറർ അറേഞ്ച്മെൻറ്റ് ഓർ റീഅറേഞ്ച്മെൻറ്റ് ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് നോൺ ഡിവൈസ്. സെക്ഷൻ 3 ക്ലോസ് ഇ, സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ബൈ എ മിയർ അഡ്മിക്സ്ചർ. സെക്ഷൻ 3 ക്ലോസ് ഡി, മിയർ ഡിസ്കവറി ഓഫ് എ ന്യൂ ഫോം ഓഫ് എ നോൺ സബ്സ്റ്റൻസ്. സെക്ഷൻ 3 ക്ലോസ് സി, discovery of a scientific principle or living things or non-living substance. Section 3 clause B, invention contrary to public order or morality. Section 3 clause A, invention which are frivolous. These all are what are not inventions, which cannot be patentable.